പെപ്സി ഒരു പ്രാവശ്യമെങ്കിലും കുടിക്കാത്തവർ കുറവായിരിക്കും അല്ലേ? യെസ്, ആ പെപ്സിയുടെ കമ്പനിയുടെ CEO ഒരു ലേഡിയാണ്. ആ ലേഡിയുടെ പേരാണ് ഇന്ദിര നൂയി. മോസ്റ്റ് ഇൻകം ഏർണിംഗ് ലേഡി എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. അതായത് CEO ഓഫ് പെപ്സിക്കോ 103 കോടിയാണ് പെർ ഇയർ ഇവർ വാങ്ങുന്നത്. ഒരു നല്ല ഐഡിയ എടുക്കാം അല്ലേ? പെപ്സിക്കോ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതിൻ്റെ CEO ആണ് ഇന്ദിര നൂയി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലേഡി. ഇവരും ലേഡിയാണ്, നമ്മളെപ്പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. അവരുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണ് അവർ ഈ ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ നേടിയെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, യെസ്, കനിക തെഗ്രിവാൾ സാറ്, ഇസ്മായിൽ സാറ് പല ക്ലാസ്സുകളിലും ഈ ഒരു ലേഡീനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാകും. വളരെ വളരെ സാമ്പത്തികമായിട്ട് പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന് വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു വന്നിട്ട് അവസാനം അവർക്ക് തോന്നി ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് ഉയരണം, എനിക്ക് വലുതാവണം എന്നുള്ള ഒരു മോഹം കൊണ്ട് നടന്നിരുന്ന ഒരു സ്ത്രീയാണ് കനിക തെഗ്രിവാൾ എന്ന് പറയുന്ന ഈ ഒരു ലേഡി. ഇവർ സ്വന്തമായിട്ട് 11 ജെറ്റ്സാണ് ഇവർക്കുള്ളത്. കാരണം ക്യാൻസറിൻ്റെ പിടിയിൽ നിന്നൊക്കെ ഇവർ മോചനം നേടിയിട്ടാണ് അവർ ഈ ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ നേടിയെടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കുറച്ച് വയസ്സായവരെ അല്ലെങ്കിൽ പകുതി പ്രായമുള്ള ആളുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി വെറും 12 വയസ്സിൽ റിട്ടയർമെൻറ്റ് ആഘോഷിക്കാൻ വേണ്ടി സിംഗപ്പൂരിലേക്ക് മൈഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണിത്. നിങ്ങളുടെ മക്കൾക്കൊക്കെ എത്ര വയസ്സുണ്ട്? ഏകദേശം ഈ വയസ്സുള്ള കുട്ടികളൊക്കെ നിങ്ങൾക്കില്ലേ? ശരിയാണല്ലേ? 12 വയസ്സിൽ സിംഗപ്പൂരിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ലോകം അവളെ വിളിക്കുന്ന പേര് മൾട്ടി മില്യണർ എന്നാണ്. പിക്സി എന്നാണ് അവളുടെ പേര്. അവൾക്ക് ടെലിവിഷൻ ഷോസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് അവൾ ഈ നേട്ടങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ളത്. യെസ്, ഇത് നമ്മുടെ സംപ്രീതി ഭട്ടാചാര്യ. നമുക്ക് അഭിമാനിക്കാം, ഒരു അയൺ ലേഡിയാണ്, നമ്മുടെ ഇന്ത്യൻ അയൺ ലേഡിയാണ്. ഇവരെ ഫിസിക്സിൽ അവൾ പറയാണ്, ഫിസിക്സിൽ അവൾ തോറ്റു. പക്ഷേ അവൾ ആദ്യമായിട്ട് അമേരിക്കയിൽ ചെന്നിട്ട് ഒരു നമ്മുടെ ഇലക്ട്രിക് ഫ്ലൈയിങ് ബോട്ട് അവൾ ഉണ്ടാക്കി അത് നേടിയെടുത്തു. അതിനുള്ള ഇത് അവൾ നേടിയെടുത്തു. അവൾ പറയുന്നുണ്ടായില്ല, I sent